രണ്ടാമത്തെയുമായത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയതും നമ്മുടെ ഈ പഠന ക്ലാസ്സുകളെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു ആഖിറ ലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരു സംഗമമായി ഈ സംഗമത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പടച്ചറപ്പ് നമ്മിൽ നിന്ന് മരിച്ചുപോയി എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി നല്ല ഐശ്വര്യത്തിലായി കൺകുളിർമ നൽകുന്ന ഭാര്യ സന്താനങ്ങളോടൊപ്പം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സമാധാനം അല്ലാഹു ചൊരിഞ്ഞു നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട രണ്ട് ശ്രദ്ധേയമായ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن أملا إنا جعلنا ما على الأرض വാദ് എപ്പോഴും നാവ് അണപ്പല്ലിന്റെ ഉള്ളിലേക്ക് ചേർത്ത് ഉച്ചരിക്കണം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ വഇന്നാ ലജാഇലൂന മാ അലൈഹാ നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്താണ്. മാത്രമല്ല ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഭയങ്കര ഹിഫ്ളായിരിക്കും. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംരക്ഷണമായിരിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. പതിവാക്കണം. വിശിഷ്യ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വലിയൊരു കാവലാണ് സൂറത്തുൽ കഹ്ഫ്. ഒരുപാട് മഹാന്മാർ നമ്മുടെ മുൻഗാമികൾ പലരും എല്ലാ വെള്ളിയാഴ്ചയും 3 തവണ അത് ഓതിയിരുന്നു. നമ്മളത് ഒന്നെങ്കിലും ഓതണം. ഒന്ന് ഓതിയാലും അതിൻ്റെ ഭംഗിയും പവറും കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരമാവധി അക്ഷരശുദ്ധിയോട് ഓതുക. തൻവീനിന്റെ ശേഷം ജീബ് വരുമ്പോ ആണ് മറിച്ച് പഠിക്കണം. എന്താണ് ഇതിന്റെ ആയത്തി അർത്ഥം? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തിരുന്ന വിഷയം ഒരൊറ്റ ആയത്തായിരുന്നു. ഏകദേശം 3 ക്ലാസ്സുകൾക്ക് ആയിട്ട് മുത്തനബിയോട് പറയണം, നിങ്ങൾ ദീനങ്ങനെ ദഅവത്ത് നടത്തുക. ദഅവത്ത് നടത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപായപ്പെടുത്തുന്നു. കാരണം ആളുകൾ കേൾക്കണില്ലല്ലോ. ആരോടാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് പാതിരാ സമയത്ത് റസൂല് വന്നൂടെ ഒന്ന് ചോദിക്കുന്നത്. അബൂ ത്വാലിബ് എന്ന മൂത്താപ്പയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിൽപ്പെട്ടവരെയും അല്ലാത്തവരെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാമാനം ദീനിലേക്ക് ക്ഷണിച്ചിട്ടും നന്മയിലേക്ക് ക്ഷണിച്ചിട്ടും അവർ വരുന്നില്ല. റസൂലുള്ളാഹി സങ്കടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദഅവത്ത് നടത്തിയിട്ടും ഒരു ഖൗമ് നന്നാകാത്തത്? അതിന്റെ ഉത്തരമാണ് അടുത്ത ആയത്ത്. ഖുർആൻ അങ്ങനെയാണല്ലോ, ഓരോ ആയത്തും ശൃംഖലയാണ്, പരസ്പര ബന്ധിതമായിരിക്കും. എന്തേ നമ്മുടെ ദഅവത്ത് സക്സസ് ആകുന്നില്ല? അതിന്റെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. എന്നാൽ ഖുർആൻ പറയുന്ന ഒരു മർമ്മമായ വിധാനം അതാണ് ഇന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അടുത്ത ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തീർച്ചയായും നാം അല്ലാഹു പറയാണ്, ജഅൽനാ നാം ആക്കിയിരിക്കുന്നു മാ അലൽ അർളി സീന, ഭൂമിക്ക് മുകളിൽ ഒരുപാട് അലങ്കാരങ്ങൾ, ഒരുപാട് സൗകര്യങ്ങൾ, ഒരുപാട് സുഖങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട്
നമ്മളെ വലിയപ്പാരെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തൊരു സൗകര്യം, എന്തൊരു സുഖാണ്, എന്തെല്ലാം തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ്. എന്തിനാണ് ഇതൊക്കെ? ഖുർആൻ പറയുന്നു എല്ലാം ഉപയോഗിച്ച് ഇവർക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഖുർആനാണ് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുഹും അഹ്സനു അമലാ, ഇതൊക്കെ കിട്ടിയിട്ടും ആരാണ് നേരെ ചൊവ്വ ജീവിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ്. ബോധം നൽകട്ടെ. ലോകൂട് ഉപയോഗിക്കാറുണ്ട് അങ്ങനൊക്കെ ഓരോ ധാരണ. ഇതൊക്കെ അന്ന് നന്നായിട്ട് ഇതൊക്കെ നമ്മളെ യൂസ് ചെയ്യണ്ടേ? ഖുർആൻ പറയുന്നു നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഇതൊക്കെ കിട്ടിയിട്ടും ഈ സുഖത്തിനിടയിലെത്തിയിട്ടും അയ്യുഹും അഹ്സനു അമലാ, ആരാണ് നന്മ ചെയ്യുന്നതെന്ന് നോക്കാനാണ്. ആരാണ് പടച്ചവൻ വരച്ച വരയിൽ നിൽക്കുന്നത്? ആരാണ് സുബഹിക്ക് ജമാഅത്തിന് വരുന്നത്? ആരാണ് ഹറാമിൽ നിന്ന് അകലം പാലിക്കുന്നത്? ഈ ലോകത്ത് പട്ടിണി ഉണ്ടായിരുന്നല്ലോ, ഇന്ന് പട്ടിണിയില്ല. എല്ലാവർക്കും ഇല്ലാന്നല്ല, ഒരുപാട് ആളുകൾക്കും അങ്ങനെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടിയ നമ്മളെ പറ്റിയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം ലഭ്യമായ അല്ലാഹു ലഭ്യമാക്കി തന്നിട്ട് പറയുകയാണ് ഇതൊക്കെ നിന്നെ ചെക്ക് ചെയ്യാൻ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് ഏറ്റവും വലിയൊരു സീനത്ത് തന്നെ ശരിക്കും സൗകര്യമാണ് മൊബൈൽ ഫോൺ അല്ലെ? വലിയൊരു സൗകര്യല്ലേ? നമുക്കിങ്ങനെ തോന്നാണ് ഒരു 10 മണി സമയത്ത് ഒരു ഉസ്താദിന്റെ ഒരു വയത് കേട്ടിരുന്നെങ്കിൽ. എന്താ പണി? യൂട്യൂബിൽ ഇഷ്ടമുള്ള ഉസ്താദിന്റെ വയത് കേൾക്കാം. നിങ്ങളിങ്ങനെ തോന്നുക നല്ല ഹറമത്തൊരു ഓത്ത് കേൾക്കാൻ പുതിയ സുഖമായിട്ട് നല്ല ഹറമത്ത് കേൾക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് ഏതെങ്കിലും ദിക്ർ കൂടെ ഇരുന്നു ചിലർ, അതിനും സൗകര്യം. എന്നാൽ ഇതേ മൊബൈൽ ഫോൺ കൊണ്ട് എന്തെല്ലാം നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ തോന്നിവാസങ്ങളും നോക്കാം, എല്ലാ ചാറ്റിങ്ങുകളും നോക്കാം. ഇപ്പൊ അടുത്ത് മലപ്പുറം ജില്ലയിലെ ഒരു പയ്യൻ, അവരുടെ ഒരു അനുഭവം, അവരൊരു പ്രേമബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ആൺകുട്ടി ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വേണ്ട, ഉമ്മാക്കുപ്പാക്കും ഇഷ്ടമില്ലാത്ത ബന്ധുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉറപ്പിച്ചോര് നന്നായി ദിവസം അന്ന് പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിന് പങ്കെടുക്കണം. സ്വലാത്തിന് പങ്കെടുത്തോടെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് ഇവരുടെ ഒരു മിസ് കോള്. എന്താ അർജന്റ് എടുത്തോക്കി മിസ് കോൾ എടുത്തോക്കിയപ്പോ അവള് പറയണേ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് വരണം. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോവുകയാണ്. അപ്പോ ഇതൊരു സൗകര്യമാണ്. പക്ഷെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരെ പണ്ട് നമ്മള് ഇങ്ങനത്തെ മജ്‌ലിസ് ചേർന്ന് വന്നാൽ അത് കഴിയോണെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു. ഇത് സ്വലാത്ത് മജ്‌ലിസിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഇറങ്ങി പോകും. അപ്പോ അള്ളാഹു ഈ സൗകര്യങ്ങളൊക്കെ തന്നതെന്തിനാ? എല്ലാം ഉപയോഗിച്ച് തകർക്കാനൊന്നുമില്ല. പിന്നെയോ ഇതൊക്കെ കിട്ടിയിട്ടും നല്ല രൂപത്തിൽ ചലിക്കുന്നവരാരാണെന്ന് ചെക്ക് ചെയ്യാനാണ്. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. എന്നിട്ട് അള്ളാഹു അത് പറഞ്ഞ് പിന്നെ ഒരു താക്കീത് നൽകുകയാണ്. നാമാക്കുന്നതാണ് അതിന്റെ മുകളിലുള്ള ഓരോന്നിനെയും ആ ദുനിയാവിൽ ഭൂമിക്ക് മീതെ ഞാൻ വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും വേണ്ടി വന്നാൽ ഒരു നിമിഷം കൊണ്ട് സവീനൻ തരിശാക്കും. ജൂസൻ ആകെ തകർന്നടിഞ്ഞു പോയ തരിശു ഭൂമിയാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് വയനാട് നമ്മുടെ മുമ്പിലുണ്ടല്ലോ അല്ലേ? വയനാട്ടുകാർ കുറ്റം ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നാട് ഇന്നിപ്പോ ഇവിടെ എന്തെല്ലാം ഫ്ലാറ്റ് സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, വീടുകൾ. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് അല്ലേ ഏതോ പിന്നെ ഇന്തോനേഷ്യയിൽ നടന്ന സംഭവമല്ലല്ലോ വയനാട്. നമ്മുടെ തൊട്ടടുത്ത് ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരാണ്. നമുക്ക് കൺട്രോൾ ചെയ്യണട്ടോ.
ഇന്ന് ഏറ്റവും വലിയ ദുരന്തങ്ങളായി കല്യാണ വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷ. കല്യാണത്തിന്റെ തലേന്ന് എന്തോ ആവാം, അത് പാവങ്ങളാണെങ്കിലും പൈസക്കാരാണെങ്കിലും ശരി, ഇല്ലാത്തവര് ഉള്ളോട് ഒപ്പിച്ചിട്ട് ഒരു സ്റ്റേജ് കെട്ടി മോളെ പ്രദർശിപ്പിച്ച് ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ പാട്ടും കൂത്തും നടത്തിയാലേ കല്യാണാവുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞു. വിശിഷ്യ ഞാൻ അള്ളാഹുവിനോട് ഉത്തരവാദിത്വം പറയേണ്ട ഈ മഹലിൽ അല്ലേ, ഇവിടെ നടന്നാൽ അതിന്റെ വലിയൊരു ഉത്തരവാദിത്വം അള്ളാഹിനോട് ചോദിക്കും. എനിക്ക് പറയാനല്ലേ കഴിയുള്ളൂ. നമ്മൾ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇടം കിട്ടുമ്പോ പറയുന്നുണ്ട്. എന്ത് നമ്മൾ ചെയ്യും? ഇത് വലിയൊരു ദുരന്താണ്. കല്യാണാണോ, എത്ര നല്ല വീടാണെങ്കിലും തലേന്ന് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണത്, വലിയ പ്രയാസാണത്. സത്യം പറഞ്ഞാൽ ഈ മഹലിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളത് കല്യാണം വരില്ല. നല്ലൊരു കല്യാണമായാലും ശരി, എല്ലാത്തവരുടെയായാലും ശരി. കാരണം എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലും ഒന്ന് നടക്കുകയാണ്. എല്ലാവരും വീട്ടെന്ന് പറയുമ്പോൾ അത് ഞാനൊരു തകലീപാകട്ടെ, അങ്ങനെ ഒരു പറയുമല്ലോ, തിരിയാത്ത വീടുകളൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ് നിയന്ത്രിക്കണം. പക്ഷെ ഒരു ഭൂരിപക്ഷവും അങ്ങനെയാവുകയാണ്. അത് ദീനും മതബോധവും എല്ലാം ഉള്ളവരുടെ വീടുകളിലും തലേന്ന് ഇങ്ങനൊക്കെ ആകുമ്പോ പിന്നെ ഇതെല്ലാം അപ്രസക്തമായി കൊണ്ടിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മാറ്റം വരെയാണ്, ഒരു മാറ്റം നമ്മൾ ഒന്നിച്ചൊരു മാറ്റം എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും. അല്ല പുറത്തൊരു കുറേ ഒന്നും പുറത്തൊരു, പക്ഷെ പിന്നൊരു പിടുത്താണ്, പിടിക്കുമ്പോ അടക്കി പിടുത്തായിരിക്കും. ഒക്കെ ഖുർആനാണ്, ഒക്കെ ഖുർആനാണ്. നിങ്ങൾ പറയാത്ത നിങ്ങൾ ഉറങ്ങിക്കിടക്കായിരിക്കും, ഒക്കെ ഞാൻ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഉപദം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് ദഅവത്ത് സക്സസ് ആവാത്തതിന്റെ കാരണം നിങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങളാണ്, വല്ലാത്ത സൗകര്യമാണ്. അതുകൊണ്ടല്ല നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ എല്ലാം കിട്ടൂലായിരുന്നു. എല്ലാം ഉണ്ടായിട്ടും അവിടെ കിടന്നുറങ്ങിയത് പുൽപ്പാരിയിലാണ്. അതിന്റെ അടയാളം ആ ശരീരത്തിലുണ്ടായിരുന്നു. ഹബീബിന് മനസ്സിലാകുമായിരുന്നു, സൗകര്യം കൂടി പോയാൽ പിടിച്ചെടുത്ത് കിട്ടൂല. നമ്മൾ മനസ്സിലാക്കണം. നമ്മളിങ്ങനെ കൂടുമ്പോ ഇതിനൊക്കെ ന്യായീകരിക്കും, പിന്നെ ഇതൊക്കെ നമുക്ക് തന്നെ ഉള്ളതല്ലേ, ഇതൊക്കെ നമ്മൾ തന്നെ എൻജോയ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ ദുനിയ, ഒരാൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ, ഇവിടെയുള്ള ഭക്ഷണം സൗകര്യങ്ങൾ, ഇവിടെയുള്ള ആർഭാടങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയാൽ, അതുകൊണ്ട് അവൻ സന്തോഷിക്കുകയും ചെയ്താൽ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ആഖിറത്തിനെ പറ്റിയുള്ള ഭയം പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു വണ്ടി കിട്ടിയാൽ പിന്നെ എന്നെക്കാട്ടും വലിയ വണ്ടി ഏതാ, പിന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടത് ഏതാ, ഇതിന്റെ പിന്നാലെ എപ്പോഴും ഇതിന്റെ പിന്നാലെ ബിസിനസ് മാത്രം, വാഹനങ്ങളെ പറ്റിയുള്ള ചിന്ത മാത്രം, ഭക്ഷണങ്ങളുടെ വെറൈറ്റികൾ മാത്രം. ഇതാണ് ഹബ്ബുദ്ദുനിയ. ഇത് മാത്രമായി അതിന് വലിയ ഹരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറത്തിനെ പറ്റിയുള്ള ഭയം പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പഠിക്കും. നമ്മൾ ഇന്ന് വീടുകളിൽ സൗകര്യം ചെയ്യണം. നമ്മളല്ല, നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളാണല്ലോ ഇപ്പോൾ 40 വയസ്സ് 45 വയസ്സുള്ളവർക്ക് കുട്ടിക്കാലത്ത് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ എന്റെ മക്കൾക്ക് അങ്ങനെ കഷ്ടപ്പാടുണ്ടാവരുത്. നമ്മളോ പട്ടിണിയിലായി, എന്റെ മക്കൾക്ക് പട്ടിണി വരരുത്, നമ്മളോ കഷ്ടത്തിലായി, ഉറങ്ങാൻ കഴിയില്ല, നമ്മുടെ മക്കൾക്ക് അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചിട്ട് സൗകര്യങ്ങൾ മാറി കോരി ചൊരിഞ്ഞു കൊടുക്കാണ്. എന്താ റിസൾട്ട് ഉണ്ടാവുക? സൗകര്യം പോലെ എൻജോയ് ചെയ്യും, പക്ഷെ നമ്മൾ പറഞ്ഞ ദീനിന്റെ റൂട്ടിലെ കിട്ടൂല മിതമായിട്ട്. അതാണ് ഒരു തിന്നോളി, നമ്മള് ഭക്ഷണപോളികളെ കുടിച്ചോളി, സ്നേഹം വിട്ടുകൊണ്ട് അമിതവ്യയം ചെയ്തു പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത്, നിങ്ങളുടെ വീട്ടിൽ അമിതവ്യയം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ ശൈത്താന്മാരുടെ കൂട്ടുകാരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ.
അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. സായിലബയെ കേട്ടിട്ടില്ല നിങ്ങൾ? സായിലബ പ്രിയപ്പെട്ട ചരിത്രമാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അയ്യർസുഖനി മാലാ, എനിക്ക് കുറച്ച് പൈസ ഉണ്ടാവാൻ തോന്നണട്ടോ. എന്നോട് നാളെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ മഴങ്ങനെ പെയ്യുമ്പോ മഴത്തുള്ളിക്ക് പകരം പൈസ ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും. എന്നിട്ട് ട്രാക്സ് ഇട്ടിട്ട് ഇങ്ങനെ ചാടി വണ്ടി നടക്കുകയാണെങ്കിൽ എത്ര പെണ്ണ് കെട്ടി കുട്ടികളുടെ ഒരു യുവാവിനോട് പറഞ്ഞൊരു ആഗ്രഹമാണ്, ഈ മഴ ഇറങ്ങുന്ന സമയത്ത് പൈസ ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പലർക്കുമുള്ള മോഹമാണത്, കിട്ടിയാലും തീരാത്ത ബുദ്ധി. സഅലബ് വന്നപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, കുറച്ച് പൈസ ഉണ്ടാവാതെ. റസൂലുള്ള മറുപടി കൊടുത്തു, ഖലീലൻ തുഅദ്ദി ശുക്റഹു ഖൈറുൻ മിൻ കസീരിൻ ലാ തുതീഖ്. കുറച്ച് അതിന് നന്ദി ചെയ്യാണെങ്കിൽ, നന്ദി ചെയ്യാൻ കഴിയാത്ത കുറെ മുതലിനേക്കാൾ നല്ലതോ നന്ദി ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് മുതലാണ്. അപ്പൊ പിന്നെയും പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്കൊന്ന് പൈസ ഉണ്ടാവാൻ അല്ലാഹുവോട് ദ്വാരക്കി. ഞാനതൊക്കെ അറിയാം, റസൂലുള്ള ദ്വാരത്തെ ഉത്തരം കിട്ടും. അപ്പൊ റസൂലുള്ളാഹിന്റെ ദുആഇനെ സഹാബാക്കൾക്ക് ഉപയോഗിച്ച് ആഗ്രഹം കിട്ടാനാ സഅലബ് പൈസ ഉണ്ടാവാൻ ഉപയോഗിച്ചു. ഉത്തരം ചോദിച്ചു, നിനക്ക് എന്നിൽ മാതൃകയില്ലേ? ഞാൻ എന്നിൽ നിനക്ക് മാതൃകയില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ പോലെ നിനക്കാവേണ്ടേ? എന്നിട്ട് റസൂലുള്ള അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. ഞാനെങ്ങാനും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന മലകൾ മുഴുവൻ എനിക്ക് സ്വർണവും വെള്ളിയുമാക്കി എന്റെ അല്ലാഹു ആക്കി തരുന്നതാണ്. ഞാനത് ചോദിക്കണില്ലല്ലോ. സഅലബാ നിനക്ക് എന്നിൽ മാതൃകയില്ലേ? റസൂലേ, നിങ്ങളെ പ്രവാചകനായി അയച്ച അല്ലാഹു തന്നെയാണ് സത്യം. ലഇൻ ദഅൗതനി, നിങ്ങൾ എനിക്ക് ദുആ ചെയ്താൽ അയ്യർസുഖനി അല്ലാഹു മാലാ, പടച്ചോൻ എനിക്ക് പൈസ തരാൻ നിങ്ങൾ ദ്വാരക്കുകയാണെങ്കിൽ ലഉതിയന്ന കുല്ലദി ഹഖിൻ ഹഖാ, പൈസ കൊണ്ട് ഞാൻ ചെയ്യേണ്ട എല്ലാ ബാധ്യതയും ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് പൈസ കൂടാൻ നമ്മുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ വരുന്നൊരു പോസിറ്റീവാണ്. പൈസ കിട്ടിയിട്ട് വേണം കൊടുക്കാൻ, അവിടെ ഇറക്കാൻ ഇവിടെ ഇറക്കാൻ. സഅലബ് പറഞ്ഞു, കിട്ടുകയാണെങ്കിൽ ഞാൻ പെരും കൊടുക്കലായിരിക്കും, കിട്ടിയോ കണ്ടില്ലേ. അപ്പൊ പിന്നീട് കൂടി റസൂലുള്ളാഹിയായിരുന്നു, സഅലബ് പൈസ കൊടുക്കുന്നുണ്ടേ. സഅലബ് കണ്ട് സഅലബയുടെ ആടുകൾ പെറ്റുവരിക്കാൻ തുടങ്ങി. ഒരു പുഴുക്കൾ പെറ്റുകൊടുക്കുന്നത് പോലെ സഅലബയുടെ ആടുകൾ പെറ്റുവരികയിട്ട് മദീനയിൽ അവകളെ നിർത്താൻ സാധിക്കാനിട്ട് മദീനയുടെ പുറത്തു കൊണ്ടുപോയിട്ട് അവർക്ക് അത്ര കോലിക്കാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടോന്നു. സാമ്പത്തിക അഭിവൃദ്ധി വന്നപ്പോഴോ 5 വക്തിനും മസ്ജിദുൽ നബവിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന സഅലബക്ക് പിന്നെ തിരക്കായി. ജുമുഅക്ക് മാത്രം വരാൻ തുടങ്ങി. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ ലൈഫ് സ്റ്റൈൽ. തിരക്കാട് കൂടിയപ്പോ ജുമുഅക്ക് മാത്രമായി. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോ സഅലബ് ജുമുഅക്കില്ല. ബാർക്കാകട്ടെ, ജുമുഅക്കും സഅലബ് ഇല്ല. റസൂലുള്ളാഹി എവിടെ പോയി സഅലബ എന്ന് ചോദിച്ചപ്പോ സ്വഹാബാക്കൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നബി പറഞ്ഞു, യാ വൈഹ സഅലബ, സഅലബയുടെ ഒരു നാശമേ. പാടാണ്ട് കൂട്ടുകുത്തിയപ്പോ ജുമുഅ പോലും ഒഴിവാക്കാൻ തുടങ്ങി. സഅലബന്റെ ഒരു നാശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ആയത്തിറങ്ങി. സൂറത്തുൽ തൗബയിലെ 3-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി സമീഉൽ അലീം ഖുദ് മിൻ അംവാലിഹിം സദഖ. റസൂലേ, നിങ്ങൾ അവരുടെ സ്വതക്ക സ്വീകരിക്കണം. ഇവിടെ സ്വതക്ക എന്ന് പറഞ്ഞാൽ സകാത്ത് എന്നാണ് ഉദ്ദേശം. എങ്ങനത്തെ സ്വതക്കയാണ്? തുദക്കിറുഹും വതുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുന്നതാണ്. വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം, എന്നിട്ട് അവര് സ്വതക്ക നൽകുമ്പോ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്യുക. ഉടനെ സഅലബയിലേക്ക് ആളെ പറഞ്ഞേക്കാനുള്ള ആയത്താണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനെ പറഞ്ഞയച്ചു. സഅലബയോട് സകാത്ത് ചോദിച്ചു. ഒരു കത്താണ് കൊടുത്തിരുന്നത്. കത്ത് വായിച്ചിട്ട് സഅലബ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കത്ത് വായിച്ചിട്ട് പറയാണ്, മുഹമ്മദ് ഇപ്പൊ ചോദിക്കുന്നത് നികുതിയാണല്ലോ, ടാക്സ് ആണല്ലോ, സകാത്ത് പോലും പറയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതിന് ടാക്സ്, ജിസിയ, നികുതിയാണ്. നികുതി എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഭരണകൂടത്തിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ, മുസ്ലിം ഭരണകൂടത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന അമുസ്ലിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് നൽകുന്ന ചെറിയ ക്യാഷ്, അതാണ് ജിസിയ, ടാക്സ്, അക്കാലത്തെ നികുതി. സകാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഇത് നികുതിയാണല്ലോ, നിങ്ങൾ വൈക്കോളി, ഞാൻ ആലോചിച്ചിട്ട് ആണെങ്കിൽ സകാത്ത് കൊടുക്കാം. ആരാണ് സഅലബ? 5 വക്തിനും പള്ളിക്ക് വന്നിരുന്ന ആളാണ്. മാറി, ജമാഅത്തില്ല, സകാത്തില്ല, ഇല്ലാമാകെ തകർന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അടുത്ത ആയത്ത് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് തന്നെ ചിലരങ്ങനെയുണ്ട്, അവർ പണം കിട്ടുന്നത് വരെ പണം കിട്ടിയാൽ എല്ലാം കൊടുക്കുമെന്ന് പറയും, കിട്ടിക്കഴിഞ്ഞാലോ അവർ വിശുദ്ധന്മാരായി പോകുമെന്ന് പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് സ്വഹാബാക്കൾക്ക് ഓതി കൊടുത്തപ്പോ സഅലബന്റെ കുടുംബത്തിലുള്ള ഒരാൾ, സഅലബക്ക് റസൂലുള്ളാഹിയിലൊക്കെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല വിശ്വാസം, പള്ളിയിൽ വന്നിരുന്ന നല്ല മനുഷ്യനാണ്. പക്ഷെ ഇതൊക്കെ കുമിഞ്ഞു കൂടിയപ്പോ ഇത് തന്നെ അകലം പാലിക്കാൻ തുടങ്ങി. അല്ലാഹു കാക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയ വിവരം സഅലബയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉടനെ പോയിട്ട് സഅലബയോട് പറഞ്ഞു, ലാ ഉമ്മലക യാ സഅലബ, സഅലബ ആകെ തുഴുന്നിട്ട കാര്യം, എന്റെ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു, നിന്നെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു. സഅലബക്ക് പേടിയായി, ആയത്തിറങ്ങിയപ്പോ പേടിയായി. അപ്പൊ പിന്നെ ഒരു ഫോർമാലിറ്റി, ആയത്തിറങ്ങിയില്ലേ, ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സഅലബ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. എന്റെ മുതൽ സകാത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ആർക്കോ വേണ്ടിയതല്ല, സകാത്ത് വരെ സ്വീകരിക്കുന്നതല്ല, അതുവരെ വേണ്ട എന്ന് റസൂൽ സഅലബയെ തട്ടിക്കളഞ്ഞു. ആ റസൂലുള്ളാഹി മനസ്സിലാ നോക്കുന്നത്, സഅലബ വന്നാലെ പിടിച്ചിട്ട് വരില്ല. ആളുകൾക്കിടയിൽ സ്വന്തം കുടുംബക്കാർ പോലും ആയത്ത് നിനക്കെതിരെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ അതൊന്ന് സുൽഹാക്കാൻ വേണ്ടിയിട്ട് എന്റെ മൊത്തം സകാത്ത് എടുത്തോളൂ എന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. പിന്നെ സിദ്ദീഖ് തങ്ങൾ മരിക്കുമ്പോഴും സഅലബ വന്നു. സഅലബയുടെ മനസ്സ് നന്നായിട്ടില്ല. സിദ്ദീഖ് തങ്ങളും പറഞ്ഞു, ഹബീബായ റസൂൽ സ്വീകരിക്കാത്ത സകാത്ത് എനിക്ക് വേണ്ട, അത് നമ്മളെ ഭരണകൂടം സ്വീകരിക്കൂല. പിന്നെ സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. ഉമർ തങ്ങളുടെ കാലത്തും സഅലബ വന്നു. റസൂലും സിദ്ദീഖും സ്വീകരിക്കാത്തത് എനിക്ക് വേണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മാതം മീത്തൽ ജീഫ, ഒരു ശവത്തെ പോലെ ഒടുങ്ങി പോവുകയാണ് സഅലബ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ സഅലബക്ക് സംഭവിച്ചത് പൈസ ഉണ്ടായതല്ല, സമ്പത്ത് ഉണ്ടായതല്ല, ഇതിനോടുള്ള അഭികാമം, ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ എത്ര ആളുകൾ ഉമ്മഹല്ലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഇതിങ്ങനെ ഇറക്കാണ്ടായ പോലെ ഇന്ന് എന്തും നടക്കും. അയാൾ എന്ത് രോഗിയാണ്, കടക്കാരനാണ്, ഡയലോഗ് അടിച്ചതായിരുന്നു. അയാളൊന്ന് വലിയ രോഗിയാണ്, ഭയങ്കര കടവാണ്, ചികിത്സയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആദ്യം നിങ്ങൾ ഗസഹിക്കരുത്, എങ്ങനെ അറിയാൻ സാധിക്കും. ഒരാളിനോട് പറഞ്ഞത് ഇതിങ്ങനെ തോന്നിപ്പോണെന്നുണ്ടെങ്കിൽ എല്ലാം തിണ്ടായിട്ടൊന്നും ആകുന്നില്ല, മനസ്സിന്റെ സമാധാനമോട് കിട്ടുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എല്ലാ സൗകര്യങ്ങളും അല്ലാഹു നൽകുന്നതാണ്. എന്തിനാണ് നൽകുന്നത്? അയ്യുഹും അഹ്സനു അമലാ. ഈ ഫാനും ഈ എസിയും ഈ ലൈറ്റും ഈ സൗകര്യങ്ങളും ഈ വാഹനവും ഇതൊക്കെ
കണ്ടായിട്ടും ആരാണ് എന്നെ മറക്കാത്തത്? അതുകൊണ്ട് മഹാന്മാരുടെ ദുആ, അല്ലാഹുമ്മ അഅ്തിനി മാല ഫീ ഐദി, ഞങ്ങളെ കയ്യിൽ പൈസ തന്നെ, ലാ ഫീ ഖുലൂബിന, പൈസ ഹൃദയത്തിൽ കറക്കരുത്. പണം കൊണ്ടാവാം, പക്ഷെ നമ്മുടെ ദിക്റും ഫിക്റും ഒക്കെ എങ്ങനെ ബിസിനസ് എങ്ങനെ അവിടെ എങ്ങനെ അവിടെ, ഇത് മാത്രമായി നമ്മൾ ചുരുക്കി പോകരുത്. സഅലബാന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് വേണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെയാണോ നിങ്ങൾ മക്കളെ വളർത്തുന്നത്? സുഖ സൗകര്യങ്ങൾക്കിടയിൽ സന്തോഷിപ്പിച്ച് തേനും പൊന്നും ഇങ്ങനെയാണോ വളർത്തുന്നത്? പിന്നെ ദേവത്തെടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളിന്നലെ കുട്ടികളെ ഉപദേശിക്കും, നമ്മൾ പറഞ്ഞെടുക്കും, കേൾക്കൂല. എന്താ തെളിവ്? നിങ്ങൾ ഒരെ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ചടച്ചിട്ടുണ്ടാകും. സാരി നിങ്ങൾ പറഞ്ഞോളി. അവർ നന്നാകാത്തതിന്റെ കാരണം സീനത്തൻ, അവർക്കുള്ള സൗകര്യങ്ങളാണ്. അള്ളാഹു കത്തിരിച്ചിക്കട്ടെ. നിയമത്ത് വേണം, ബർക്കത്ത് വേണം, അള്ളാഹു നമുക്ക് നൽകട്ടെ. പക്ഷെ അതൊന്നും നമ്മുടെ ഹൃദയത്തിൽ കിട്ടാറിണ്ടാൻ പാടില്ല. ഞാൻ അങ്ങനെ നടക്കുന്ന, അങ്ങനത്തെ ഒരു പൈസ ഇറങ്ങുന്ന, ഇങ്ങനൊക്കെ ഉള്ള ഒരാളായി നമ്മൾ ചിന്തിക്കരുത്. നമ്മളെ ചിത്രം അതല്ല. 5 വക്ത് നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, അപ്പാനെ ഖബറിന്ന് സിയാറത്ത് ചെയ്യുന്ന, അപ്പാനോട് നന്ദി കാണിക്കുന്ന നല്ല ചിത്രം, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ നമ്മുടെ ആ ചിന്ത എടുക്കാൻ ഇറങ്ങുന്നത് നമ്മുടെ ഹൃദയത്തേക്കാണ് ഇറങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഒരാളുടെ കൂടെ മനോഹരമായ ഒരു കഥ പോലെ തോന്നുന്ന ചരിത്രമാണ് കിതാബുകൾ ഉദ്ധരിക്കുന്ന ചരിത്രം. ഈസാ നബി അലൈഹിസ്സലാം ഒരാളുടെ യാത്ര പോവാണ്. 3 റൊട്ടി ഉണ്ടായിരുന്നത്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാം കഴിച്ചു, ഒന്ന് ആ കൂട്ടുകാരന് കൊടുത്തു. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം കഴിച്ചിട്ടൊന്ന് വാഴക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി അപ്പുറത്തുള്ള ചെറിയ അരുവി അവിടെ പോയി വന്നപ്പോഴേക്ക് 3ാമത്തെ റൊട്ടി കാണുന്നില്ല. ഇയാളോട് ചോദിച്ചു, ആരാണ് റൊട്ടി എടുത്തത്? എനിക്കറിയൂല, നടത്തല്ലേ, എനിക്കറിയൂല. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഓക്കെ, ഇയാളിങ്ങനെ കൈ പിടിച്ചിട്ട് കുറെ പോയപ്പോണ്ട് ഒരു മാൻപേട, 2 മാൻകുട്ടികളും. അതിലൊന്നൊന്ന് ഈസ ഒരു മാൻകുട്ടിയെ എടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ സഹോദരനും കൂടെ അതിനെ അറുത്ത് കഴിച്ചു ഭക്ഷിച്ചു. അതിന്റെ എല്ലുകൾക്ക് നോക്കിയിട്ട് ഖുർആൻ പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു. ഖുർആനാണ്. ആ മാനിന്റെ എല്ലുകളെ നോക്കിയിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ട് നീ എണീക്കൂ. ആ എല്ലുകൾ വീണ്ടും മാനിന്റെ രൂപത്തിലായി. ആ മാൻപേട ഓടിപ്പോയി. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരോട് ചോദിക്കുന്നു, അല്ലാഹു എനിക്ക് തന്നത് നീ കണ്ടുവല്ലോ? ഞാൻ ചോദിക്കുന്നു, മൻ അഹല റഈഫ, ആ 3ാമത്തെ പത്തിരി ആരാണ് എടുത്തത്? അയാൾ ഭൂമത്തോടെ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയൂല. അപ്പോഴൊന്നും മിണ്ടിയില്ല. ഈസാ അലൈഹിസ്സലാം പിന്നെയും പോയി. ഒരു താഴ്വരയുടെ ഭാഗത്തെത്തി. അവിടെ ഒരു ചെറിയ പുഴ, ഒരു വലിയ അരുവി വിട്ടുകിടക്കണം. ഈസാ നബി അലൈഹി സ്വലാം അയാളുടെ കയ്യും പിടിച്ച് വെള്ളത്തിന്റെ മീതയിലൂടെ നടന്നുപോയി. മൂസാ നബി അലൈഹി സ്വലാം മരിച്ചപ്പോ ആ കടല് പിളർന്നത് ചരിത്രത്തിലുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് ആ വെള്ളത്തിന് മുകളിലൂടെ നടന്നുപോയി. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇത് നീ കണ്ടില്ലേ? ഞാൻ ചോദിക്കുന്നു, നീയാണോ മൻ അഹദ റഈഫ, ആരാണ് പത്തിരി കണ്ടത്? എല്ലാം കാണിച്ചെടുത്ത് ചോദിക്കാൻ ഈസാ നബി കഥ അറിയണം, ആരാണ് കണ്ടത്? അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. കുറച്ചും കൂടെ പോയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 മണൽ കൂമ്പാരങ്ങൾ അവരങ്ങനെ പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ മണൽ കൂമ്പാരങ്ങളും 3 സ്വർണ്ണമലകളായി കിട്ടി. 3 സ്വർണ്ണമലകൾ, ഇങ്ങനെ ചെറിയ കൂമ്പാരങ്ങൾ, സ്വർണ്ണ കൂമ്പാരങ്ങൾ. ഇതിങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇതിലൊന്നും എനിക്കാണ്, ഒന്നും നിനക്കുമാണ്. 3ാമത്തെ റൊട്ടി ആരാണോ കഴിച്ചത് അയാൾക്കുള്ളതാണ്. അപ്പൊ അയാൾ പറഞ്ഞു, അതല്ലതേ അഹദ റഈഫ, 3ാമത്തെ ഞാൻ തന്നെ എടുത്തിരുന്നത്. അങ്ങനെ പറയാതെ എഴുതുക.
ഇത് കണ്ടപ്പോ അയാൾ എന്തായി? സത്യം പറഞ്ഞു. അയാൾ പറഞ്ഞപ്പോഴോ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം കൊല്ലുപോലൊക്കെ 3 ഇരുത്തോ നേരല്ലേ ഈ 3 കുടുംബാൽ എടുത്തോ, എനിക്ക് വേണ്ട ഈ എടുത്തോ, അന്നിന്റെ ഒപ്പം കൂട്ടൂല. ആരഡ്ജസ്റ്റ് ചെയ്തിട്ടും തൊട പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കാവൂല. അങ്ങനെയാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബിയോട് ചോദിക്കണ്ടല്ലോ, ഈ മുഅ്മിന് വ്യഭിചരിക്കുമോ? ചില സമയത്ത് ചിലപ്പോൾ പെട്ടുപോകാം, അല്ലാഹു കാക്കട്ടെ. കള്ളുടിക്കോ? അല്ലാഹു കാക്കട്ടെ, ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാം. പക്ഷെ റസൂലുള്ളാഹിയോട് ചോദിക്കണം, മുഅ്മിന് കളവ് പറയാം? നമുക്ക് നിങ്ങൾ കളവ് പറയാവോ? മുഅ്മിനിനെ കിട്ടൂല. വ്യഭിചരിക്കൽ ചെറുതാണല്ല, അല്ലാഹു കാക്കട്ടെ. തെറ്റാണ്, ഷുർബുൽ ഖമർ വലിയ തെറ്റാണ്. പക്ഷെ റസൂലുള്ളാഹി പറയാണ് അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചാലും മുഅ്മിന് കളവ് പറയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ കളവ് പറഞ്ഞ പീസനൊക്കെ ഒഴിവാക്കി വെക്കും. ഈ 3 സ്വർണ്ണ കൂമ്പാരം എടുക്കും ചെയ്തു എന്ന് പറഞ്ഞു. പിസാനൊക്കെ അറിയാം എന്താണ് നടക്കാൻ പോകുന്നത്. ആ 3 കൂമ്പാരവും ആ മനുഷ്യനെ അവിടെ ആക്കി നബി അലൈഹി സ്വലാം പോയപ്പോൾ 2 കള്ളന്മാര് വന്നു. കള്ളന്മാര് വന്ന് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാം പാടില്ല. കള്ളന്മാരെ കണ്ടപ്പോ ഇയാൾക്ക് പേടിയായി. ഉറപ്പാണ് ഇന്നവര് വെട്ടിയിട്ട് ഈ കള്ളന്മാര് 3 കൂമ്പാരം എടുക്കും. അതുകൊണ്ട് കള്ളന്മാര് വന്നേക്കനെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ, ഒന്നിരിക്ക് മതി, ഓരോന്നും കൊണ്ടെടുത്തോളി. കാരണം ഇയാൾക്ക് അല്ലെങ്കിൽ ജീവൻ തന്നെ കിട്ടൂല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, 1 സ്വർണ്ണ കൂമ്പാരം എനിക്ക്, 1 അനക്കും 1 നിനക്കും. ആയിക്കോട്ടെ. അത് 3 ഇഷ്ടായി. 3 പേര് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ചോദിച്ചു, ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനോ? സമ്മതിച്ചു. ഇയാളിങ്ങനെ ഭക്ഷണം വാങ്ങാൻ പോകുമ്പോ ഇയാൾക്ക് ഒരു ചിന്ത, എന്തായിരിക്കും ചിന്ത? ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് കുറച്ച് വിഷമിട്ടാണെങ്കിൽ അത് 2 ഓരണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 സ്വർണ്ണക്കൂമ്പാരം കിട്ടും. ഇദ്ദേഹം ഇത് പ്ലാൻ ചെയ്യുമ്പോ ഇവിടെ ശേഷിക്കുന്ന 2 ആൾ പ്ലാൻ ചെയ്യുന്നത് എന്താ? 3-ാമണ്ടല്ലോ ഭക്ഷണം കൊണ്ടുവരാൻ പോയി വന്നേക്കരണ്ട് വിട്ടുക, എന്നാ പിന്നെ ഓന്റെ മുതലും കൂടെ നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഇയാള് പോയി ഭക്ഷണത്തിൽ വന്നു. വിഷം കലക്കിയ ഭക്ഷണവുമായിട്ട് വന്ന് ആ 2 പേരുടെ ചാരത്തെത്തിയപ്പോഴേക്ക് അവർ 2 പേരും കൂടെ ഇയാളെടുക്കുന്നു. കൊന്നിട്ട് ഇവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചപ്പോഴോ ഇവർ 2 പേരും വിഷം കഴിച്ച ഭക്ഷണമല്ലേ, അവർ വന്ന് മരിച്ചുപോയി. 3 പേരും മരിച്ചുപോയി. സ്വർണ്ണ കൂമ്പാരം മാത്രം ബാക്കിയായി. സമ്പത്തിനോടുള്ള കുറച്ചു കഴിഞ്ഞപ്പോ ഈസാ നബിക്ക് അങ്ങനെ നടക്കുന്നറിയാം. ഈസാ നബി അലൈഹിസ്സലാം ആ സ്വർണ്ണ കൂമ്പാരത്തിന്റെ ചാരത്തോട്ട് തന്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാകും ദുനിയാവ് കേട്ടോ, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ ഗുണപാഠമുള്ള ഒരു സംഭവമാണ് അല്ലേ? ഒന്ന് വിജയിക്കുമ്പോ, ഷെയർ കച്ചവടങ്ങളൊക്കെ നടക്കുമ്പോ നമ്മൾക്ക് മനസ്സിൽ വരുന്ന ചിന്തകൾ അവസാനം പിടിക്കപ്പെടും. അവസാനം അത് ആർക്കും ഉണ്ടാവില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലറ ചില്ലറ സ്വത്തിന് വേണ്ടി എന്തെല്ലാം നടക്കും. കണ്ടില്ല, വയനാട് ദുരന്തം കഴിഞ്ഞപ്പോ ഒരു ലിസ്റ്റ്, ഒരു കത്ത്, ഒരു രേഖ നമ്മളൊക്കെ കണ്ടു. ഭൂമിയുടെ വിഷയത്തിലുള്ള തർക്കാണ്. ഭൂമിയും വേണ്ട, ആടും വേണ്ട, ആടുകളൊക്കെ തീർന്നു, ഭൂമി മാത്രം വയനാട്ടിൽ ഒറ്റക്കുണ്ട്. ആരാണ് ചോദിക്കാനില്ല, പറയാനില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ഒരു വിധമായിട്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മളിവിടെ ചർച്ച ചെയ്ത സൂറത്തുൽ ആദിയാത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂസ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് വല്ലാതെ നന്ദികേട് കാണിക്കുന്നവനാണ്. നമുക്ക് ബോധ്യമാണല്ലേ ഇതൊക്കെ നമ്മൾ റബ്ബിനോട് ചെയ്യുന്നത്. റബ്ബിന് എങ്ങനെ നമ്മളെ പോലെ മറക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം വരുമ്പോഴേക്ക് നമ്മളെല്ലാം മറന്നുപോകുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂസ്. മനുഷ്യൻ വല്ലാതെ നന്ദികേട് കാണിക്കുന്നവനാണ്. ഓൻ തന്നെ അതിന്റെ ഒരു സാക്ഷിയാണ്. നന്ദികേട് കാണിക്കുന്നത് നമുക്കൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഖുർആനാ പറയുന്നത്, ഓൻ നന്ദികേട് കാണിക്കുന്നതിന്റെ മേൽ അവൻ തന്നെ സാക്ഷിയാണ്.
എന്നിട്ട് പറയാണ് അങ്ങനെ നന്ദികേട് കാണിക്കാനുള്ള കാരണം ദുനിയാവിലെ സുഖങ്ങളോട് അവർക്ക് ശക്തമായ മഹബത്താണ്. ഹൈറ്, പൈസ, വീട്, വാഹനം, ഇതൊക്കെ ആവും. ഇതിനൊന്നും എതിരല്ല ഇസ്ലാം. ഒരു മനുഷ്യന് വീടുണ്ടാവണം, വാഹനം ഉണ്ടാവണം, ഇതൊക്കെ ഇസ്ലാം തന്നെ റസൂലുള്ളാഹി മുന്നോട്ട് വെച്ചതാ. മസ്കന് വേണം, മർക്കബ് വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനോടുള്ള ഹുബ്ബ് ശക്തമായിട്ട് വരിക. വീട് ഇങ്ങനത്തെ തന്നെ ആവണം, വാഹനം ഇങ്ങനത്തെ തന്നെ ആവണം, പക്ഷെ അതന്നെ പറ്റുള്ളൂ. ഇത് ശുദ്ധത്തായി കഴിഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാലും ശരി അള്ളാനെ ഓർക്കേണ്ടതുപോലെ ഓർക്കാൻ കഴിയില്ല, അള്ളാനെ വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെടാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കും പക്ഷെ തഹജ്ജുദിന് എണീക്കാൻ കഴിയില്ല. നമ്മൾ ഖുശൂഅോടെ നിസ്കരിക്കാൻ ശ്രമിക്കും, പക്ഷെ ഉള്ളിൽ കിടക്കുന്നതും കാണുന്നതൊക്കെ ഖുശൂഅ് കണ്ട് കിട്ടൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഒരു കൺട്രോൾ, ഒരു ലിമിറ്റ്, അത്ര ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. കുലു തിന്നോണ്ടിട്ടോ, വസ്ത്രമോ കുടിച്ചോണ്ടിട്ടോ, ഓവറാക്കല്ലേ. നമുക്ക് തന്നെ പല പരിപാടികളും ഓവറായെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ പോലും തോന്നുന്നുണ്ട്. എന്തുണ്ടാവുക, നമ്മൾ മക്കൾക്ക് ഇങ്ങനെ കൊടുത്ത് ഈ മക്കളെ നമ്മളെ നോക്കാൻ കിട്ടൂല, അള്ളാന്റെ മാർഗത്തിലും കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷികൾ. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് യുക്തിവാദവും നിരീശ്വരവാദവും. ഇതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യം, വാപ്പിയും ഉമ്മയും കൂടെ ഒരു സമയത്ത് എന്തോ ഒരു തോന്നിയാസുണ്ട്, അനിയന്ത്രിതായി ചെയ്തു പോയി, അതിന് വേണ്ടി മൈക്കിട വരെ വാപ്പാനിമാനി നോക്കണമെന്നോ? എന്ത് യുക്തി ഞങ്ങൾ പറയുന്നത്? നിങ്ങൾ ആലോചിച്ചൊരു യുക്തിവാദികളുടെ ഒരു ചോദ്യമാണത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ ഉമ്മാന്റെ കഷ്ടപ്പാട്, ഉമ്മ ഗർഭം ചുമന്നത്, ഉമ്മ എന്ന സ്ഥാനം ബാപ്പ കഠിനാധ്വാനം ചെയ്ത് നിരച്ചുപോയത്, ഇതൊക്കെ അപ്രസക്താണ്. ഒരു ചർച്ച ചെയ്യുന്നത് വാപ്പിയും തോന്നിയാസം ചെയ്തതിന് ഞങ്ങളൊന്നും നോക്കും. ഇതാണ് വളർന്നു വരുന്ന ലോകം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇന്നത്തെ ചെയ്യേണ്ടി നമ്മുടെ രാജിയുടെ വകയാണ്. അവരുടെ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു ഉപ്പാക്ക് നമ്മുടെ ഈ സദസ്സിൻ്റെയും അവർ നൽകുന്ന ദാനധർമ്മങ്ങളുടെയും അവർ ചെയ്യുന്ന പൊതുസേവനങ്ങളുടെയും ഒക്കെ പുണ്യം എത്തിച്ച് ഖബറിൽ വലിയ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിലും എല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി.